പശ്ചിമേഷ്യയെ രണ്ടാഴ്ചയോളം മുൾമുനയിൽ നിർത്തിയ ഇസ്രായേൽ ഇറാൻ സംഘർഷത്തിന് വിരാമമായെങ്കിലും രാഷ്ട്ര നേതാക്കളുടെ വാക്പോരിന് ഒരു കുറവും വന്നിട്ടില്ല. ഇറാനിൽ ബോംബിടുമെന്ന ട്രംപിന്റെ പ്രഖ്യാപനമാണ് ഇതിൽ ഏറ്റവും ഒടുവിലത്തേത്. ആണവ പദ്ധതികൾ വീണ്ടും തുടങ്ങിയാൽ ഇറാനിൽ ബോംബിടുമെന്നാണ് ട്രംപ് ട്രൂത്ത് സോഷ്യൽ പ്ലാറ്റ്ഫോമിലൂടെ പറഞ്ഞിരിക്കുന്നത്. നിന്ദ്യമായ വൃത്തികെട്ട മരണത്തിൽ നിന്നും ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനേയിയെ രക്ഷിച്ചത് താനാണെന്നാണ് ട്രംപ് അവകാശപ്പെടുന്നത്. ഇറാന് യുദ്ധവിജയമുണ്ടായി എന്ന ഖമനേയിയുടെ അവകാശവാദം വെറും നുണയാണ്. ഖമനേയിയുടെ രാജ്യം നശിപ്പിക്കപ്പെട്ടു, 3 ആണവ കേന്ദ്രങ്ങൾ ഇല്ലാതാക്കപ്പെട്ടു. ഖമനേയി എവിടെയാണ് അഭയം പ്രാപിച്ചിരിക്കുന്നത് എന്ന് തനിക്ക് കൃത്യമായി അറിയാമായിരുന്നു. ലോകത്തിലെ ഏറ്റവും വലുതും ശക്തവുമായ ഇസ്രായേലിനെയോ US സായുധ സേനയെയോ അദ്ദേഹത്തിന്റെ ജീവിതം അവസാനിപ്പിക്കാൻ ഞാൻ അനുവദിച്ചില്ല എന്നാണ് ട്രംപിന്റെ അവകാശവാദം. ഇസ്രായേൽ ഭരണകൂടത്തിനെതിരെ ഇറാൻ വിജയം നേടിയെന്ന് ആയത്തുള്ള അലി ഖമനേയി പറഞ്ഞിരുന്നു. അമേരിക്കയുടെ മുഖത്തേറ്റ കനത്ത പ്രഹരമാണ് ഇതെന്നും യുദ്ധത്തിൽ ഇടപെട്ടതുകൊണ്ട് അമേരിക്കയ്ക്ക് പ്രത്യേകിച്ച് നേട്ടമുണ്ടാക്കാൻ സാധിച്ചില്ല എന്നും ഖമനേയി പറഞ്ഞിരുന്നു. ഇതിനാണ് ട്രംപ് മറുപടി നൽകിയത്. യുദ്ധത്തിന്റെ അവസാന ഘട്ടത്തിൽ ടെഹ്റാനെ നേരിട്ട് ലക്ഷ്യം വെക്കാൻ പദ്ധതിയിട്ട ഇസ്രായേലിനെ ഞാൻ തിരികെ വിളിച്ചു, അല്ലെങ്കിൽ നിരവധി നാശനഷ്ടമുണ്ടാകുകയും നിരവധി ഇറാനികൾ കൊല്ലപ്പെടുകയും ചെയ്യുമായിരുന്നു. യുദ്ധത്തിലെ ഏറ്റവും വലിയ ആക്രമണമായി ഇത് മാറുമായിരുന്നു. ഖമനേയിയുടെ കഴിഞ്ഞ ദിവസത്തെ പ്രസ്താവനയെ ദേഷ്യത്തിന്റെയും വെറുപ്പിന്റെയും വിവരണമെന്നാണ് ട്രംപ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. അതേസമയം 12 ദിവസം നീണ്ട ഏറ്റുമുട്ടലിൽ ഇറാനും ഇസ്രായേലിനും കനത്ത നാശനഷ്ടങ്ങളാണ് നേരിടേണ്ടി വന്നത്. ഇറാന്റെ മിസൈൽ ആക്രമണങ്ങൾ $300 കോടി നഷ്ടമാണ് ഇസ്രായേലിന് വരുത്തിവെച്ചത്. ഇറാനിലെ ആണവ നിലയങ്ങളിലേക്കും ആണവ ശാസ്ത്രജ്ഞരെയും വധിച്ച് ഇസ്രായേൽ തുടങ്ങിയ സംഘർഷം ഇസ്രായേലിന് തന്നെ ചരിത്രത്തിലാദ്യമായി വലിയ തിരിച്ചടി വരുത്തി എന്നതാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇസ്രായേൽ അഭിമുഖീകരിച്ച ഏറ്റവും വലിയ വെല്ലുവിളിയാണ് ഇതെന്നും ഇസ്രായേലിന്റെ ചരിത്രത്തിൽ ഇത്രയും നാശനഷ്ടം ഉണ്ടായിട്ടില്ല എന്നും ഇസ്രായേൽ ടാക്സ് അതോറിറ്റിയുടെ ഡയറക്ടർ ജനറലിനെ ഉദ്ധരിച്ച് ബ്ലൂംബെർഗ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. $300 കോടി യുദ്ധോപകരണങ്ങളുടെയും വ്യോമ പ്രതിരോധ സംവിധാനങ്ങളുടെയും ചെലവ് ഉൾപ്പെടുത്തിയിട്ടില്ല. മിസൈൽ ആക്രമണത്തിൽ തകർന്ന കെട്ടിടങ്ങളുടെ അറ്റകുറ്റപ്പണിക്കുള്ള ചെലവും പ്രാദേശിക ബിസിനസ്സുകാർക്ക് നഷ്ടപരിഹാരം നൽകേണ്ട ചെലവുകളും അടക്കമാണ് ഈ തുക. ഇറാൻ ആക്രമണത്തിൽ 9,000-ലധികം പേരെ മാറ്റിപ്പാർപ്പിക്കേണ്ടി വന്നതായി ഇസ്രായേൽ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ഇറാന്റെ ആക്രമണത്തിൽ വീടുകളും കെട്ടിടങ്ങളും തകർന്നിട്ടുണ്ട്. അതേസമയം മൊത്തം യുദ്ധച്ചെലവ് $12 ബില്യൺ വരെ ആകുമെന്നാണ് ഇസ്രായേൽ ധനകാര്യമന്ത്രി ബെസാലിൻ സ്മോട്രിച്ച് മാധ്യമങ്ങളോട് പറഞ്ഞത്. ധനകാര്യ മന്ത്രാലയത്തിന്റെ വിലയിരുത്തലിൽ ബിസിനസ്സുകാർക്ക് നൽകപ്പെടുന്ന നഷ്ടപരിഹാരം ഏകദേശം 500 കോടി ഷെക്കലാണ്. 12 ദിവസത്തെ യുദ്ധത്തിൽ ഇസ്രായേൽ സമ്പദ്വ്യവസ്ഥ പൂർണ്ണമായും സ്തംഭിച്ചിരുന്നു. അതേസമയം ഇസ്രായേൽ കേന്ദ്ര ബാങ്ക് ഗവർണർ അമീർ യറോൺ വിലയിരുത്തുന്നത് $600 കോടി ചെലവാണ്. ഇറാനുമായുള്ള സംഘർഷത്തിനുള്ള ചെലവ് ഇസ്രായേൽ സമ്പദ്വ്യവസ്ഥയുടെ 1% വരെ ആയിരിക്കാമെന്നും അദ്ദേഹം സൂചിപ്പിച്ചിട്ടുണ്ട്. ഇസ്രായേലിന്റെ സുപ്രധാന ആയുധ ശേഖരങ്ങളിലും ലഭ്യതക്കുറവ് വന്നതായി റിപ്പോർട്ടുകളുണ്ട്. ഇസ്രായേൽ സൈന്യത്തിന് ചില പ്രധാന ആയുധങ്ങളുടെ ലഭ്യതക്കുറവ് അനുഭവിക്കുന്നതായി 3 US ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് NBC ന്യൂസും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാ വർഷവും ഇസ്രായേലിന് കോടിക്കണക്കിന് ഡോളറിന്റെ സൈനിക സഹായം US നൽകി വരുന്നുണ്ട്. ജൂൺ 13-ന് ഇസ്രായേൽ ഇറാനെതിരെ സൈനിക നടപടി ആരംഭിച്ചതിന് ശേഷം ഇറാനിൽ നിന്ന് വരുന്ന മിസൈലുകൾ വെടിവെക്കാൻ ഇസ്രായേലിനെ അമേരിക്ക സഹായം നൽകിയതായും റിപ്പോർട്ടുകളുണ്ട്. എന്നാൽ ആയുധശേഖരത്തിൽ കുറവുണ്ടോ എന്ന കാര്യത്തിൽ ഇസ്രായേൽ പ്രതികരിച്ചിട്ടില്ല. അതിനിടെ IDFന്റെ ഇന്റർസെപ്റ്റർ മിസൈലുകളുടെ ശേഖരം കാലിയാകുകയാണ് എന്ന റിപ്പോർട്ടുകൾ നിഷേധിച്ച് സൈന്യം കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയിരുന്നു. ഏത് സാഹചര്യവും കൈകാര്യം ചെയ്യാൻ തയ്യാറാണ് എന്നും ഇസ്രായേൽ പ്രതിരോധ സേന വെള്ളിയാഴ്ച വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. ഇറാനിലെ ആക്രമണം മാസങ്ങൾക്ക് മുൻപ് ആസൂത്രണം ചെയ്തിരുന്നതാണ് എന്നും ഇസ്രായേലിന് നേരെ വെടിവെക്കാൻ കഴിയുന്ന ബാലിസ്റ്റിക് മിസൈലുകളുടെയും ഡ്രോണുകളുടെയും സ്റ്റോക്ക് കണക്കിലെടുത്താണ് ആസൂത്രണം ചെയ്തത് എന്നും സൈനിക ഉദ്യോഗസ്ഥർ ടൈംസ് ഓഫ് ഇസ്രായേലിനോട് വെളിപ്പെടുത്തിയിട്ടുണ്ട്.